ദ്രൗപദിയുടെ കുസൃതിക്ക് കർണൻ ജീവിതകാലം മുഴുവൻ ശിക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അദ്ദേഹത്തിന് നീതി ലഭിക്കാത്തത്? നാം എല്ലാവരും കർണനെ സ്നേഹിക്കുന്നു, പക്ഷേ അവൻ്റെ വ്യക്തിത്വത്താൽ അന്ധരായതിനാൽ നാം അവൻ്റെ കുറവുകളെ അവഗണിക്കുന്നു. നോക്കൂ, അവൻ്റെ വീരത്വത്തിൽ തിരിച്ചറിയപ്പെടാത്ത ദുരന്തങ്ങളെ അറിയൂ. പാണ്ഡവരുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള തന്ത്രങ്ങളിൽ ദുര്യോധനൊപ്പം നിന്നപ്പോൾ അവൻ്റെ നീതിബോധം എവിടെയായിരുന്നു? ഒരു സൂചിമുന കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് നൽകില്ലെന്ന ദുര്യോധനന്റെ പിടിവാശിയിൽ അവൻ്റെ നീതിബോധം എവിടെയായിരുന്നു? നിരാലംബയായ ഒരു സ്ത്രീയെ, പാഞ്ചാലിയെ, പുരുഷന്മാർ നിറഞ്ഞ സദസ്സിലേക്ക് വലിച്ചിരിച്ച് പരസ്യമായി വസ്ത്രം അഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ നീതിബോധം എവിടെയായിരുന്നു? 16 വയസ്സുള്ള നിരായുധനായ അഭിമന്യുവിനെ കൊന്നപ്പോൾ അവൻ്റെ നീതിബോധം എവിടെയായിരുന്നു? കർണന് അർഹിച്ചത് തന്നെയായിരുന്നു വിധി തിരികെ നൽകിയതെന്നു പറയേണ്ടി വരും. അതിന് അമ്മയായ കുന്തിദേവി ഒരു നിയോഗമായി എന്നല്ലാതെ കർണനോട് അനീതി കാണിച്ചുവെന്നു കരുതാനാവില്ല. ദ്രൗപദിയുടെ സ്വയംവരത്തിൽ കർണനുണ്ടായ അപമാനത്തിൽ കൃഷ്ണൻ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ധർമ്മം എങ്കിൽ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തിൽ കർണന്റെ മൗനത്തെ ശ്രീകൃഷ്ണൻ അധർമ്മമായി കണക്കാക്കിയത് എന്തുകൊണ്ട്? ഇത് എങ്ങനെ ന്യായീകരിക്കപ്പെടുന്നു? സ്വയംവരത്തിലെ കൃഷ്ണന്റെ മൗനം ന്യായീകരിക്കപ്പെടുന്നതും ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തിൽ കർണന്റെ മൗനത്തെ വിമർശിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യം പലരും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാലത് ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും ബാധകമായ ധർമ്മതത്വങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സ്വയംവരത്തിൽ കർണനെ ദ്രൗപദി നിരസിച്ചത് വിവാഹത്തിന്റെ സാമൂഹിക മാനദണ്ഡങ്ങൾക്കുള്ളിൽ അവളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പായിരുന്നു. അതേസമയം അപമാന സമയത്തെ കർണന്റെ മൗനം അന്തസ്സും നീതിയും സംരക്ഷിക്കുന്നതിനുള്ള വിശാലമായ തത്വങ്ങളെ ലംഘിക്കുന്നു. ദ്രൗപദി കർണനെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചപ്പോൾ കൃഷ്ണൻ മൗനം പാലിക്കുന്നു, കാരണം അവൾ ആരെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ വേണ്ട എന്ന് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശം അവൾക്കുണ്ട് എന്നതാണ് സ്വയംവരത്തിന്റെ അർത്ഥം. വിവാഹസമയത്ത് സമ്മതത്തിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ കൊട്ടാരത്തിൽ വെച്ച് ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കാൻ ദുശ്ശാസനൻ ശ്രമിച്ചപ്പോൾ അവളുടെ മാനം സംരക്ഷിക്കാൻ കർണൻ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷത്രിയ യോദ്ധാക്കളെ സഹായത്തിനായി അവൾ വിളിച്ചു. അവിടെ സന്നിഹിതനായിരുന്നിട്ടും കർണൻ മൗനം പാലിച്ചു. അവളുടെ സഹായത്തിന് എത്തിയില്ല. ഇത് ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിലെ പരാജയമായി കണ്ടു. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് കർണന്റെ നിശബ്ദതയെക്കുറിച്ചുള്ള കൃഷ്ണന്റെ വിമർശനം പ്രത്യേകിച്ച് സ്ത്രീകളുടെ അന്തസ്സും ബഹുമാനവും സംരക്ഷിക്കുന്ന ധർമ്മതത്വങ്ങളിൽ നിന്നാണ്. ഈ സന്ദർഭത്തിൽ അനീതിക്കെതിരെ നിലകൊള്ളുന്നതിൽ പരാജയപ്പെട്ടതിനാൽ കർണന്റെ നിഷ്ക്രിയത്വം അധർമ്മമായി കണക്കാക്കപ്പെട്ടു. ധർമ്മത്തിന്റെ വക്താവായ കൃഷ്ണൻ കർണന്റെ മൗനത്തെ ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നതിനെ അപലപിച്ചു. ചുരുക്കത്തിൽ കൃഷ്ണന്റെ പ്രതികരണങ്ങൾ സന്ദർഭോചിതമായിരുന്നു. ഓരോ സാഹചര്യത്തിലും ധർമ്മത്തിന്റെ സൂക്ഷ്മതകളുമായി പൊരുത്തപ്പെടുന്നു. ഈ സംഭവങ്ങളുടെ സങ്കീർണത മഹാഭാരതത്തിന്റെ സങ്കീർണമായ ധാർമ്മിക ഘടനയെ കാണിക്കുന്നു. മഹാഭാരത യുദ്ധത്തിനു ശേഷം ശ്രീകൃഷ്ണൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രുക്മിണി അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുദ്രോണരെയും ഭീഷ്മരെയും വധിച്ചതിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കാളിയാകാൻ കഴിയും? ഇത്രയും ശ്രേഷ്ഠരായവരോട് ചെയ്ത അന്യായത്തിന് അങ്ങേക്ക് എങ്ങനെ കൂട്ടുനിൽക്കാൻ കഴിഞ്ഞു? തുടക്കത്തിൽ ഭഗവാൻ കൃഷ്ണൻ അവളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പക്ഷേ അവൾ പിന്മാറിയില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, അവർ തങ്ങളുടെ ജീവിതത്തിലുടനീളം നീതി പുലർത്തിയിരുന്നു എന്നതിൽ സംശയമില്ല, പക്ഷേ അവർ രണ്ടുപേരും അവരുടെ പുണ്യം നശിപ്പിച്ച ഒരേയൊരു പാപം ചെയ്തു എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ രുക്മിണി ചോദിച്ചു, അതെന്തായിരുന്നു ആ പാപം? ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു, ഒരു സ്ത്രീയുടെ, അതായത് ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ചു അഴിക്കുമ്പോൾ അവർ രണ്ടുപേരും ആ സദസ്സിൽ ഉണ്ടായിരുന്നു. മുതിർന്നവരായതിനാൽ അത് തടയാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു, പക്ഷേ അവർ ചെയ്തില്ല. ഈ ഒരൊറ്റ കുറ്റം മതി ഈ ജീവിതത്തിലെ എല്ലാ പുണ്യവും നശിപ്പിക്കാൻ. അപ്പോൾ രുക്മിണി ചോദിച്ചു, എന്നാൽ കർണന്റെ കാര്യമോ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പ്രശസ്തനായിരുന്നു. ആരും അവന്റെ പടിവാതിൽക്കൽ നിന്ന് വെറും കൈയോടെ പോയില്ല. എന്നിട്ടും എന്തിനാണ് കർണനെ കൊന്നത്? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, കർണൻ തന്റെ ജീവകാരുണ്യത്തിന് പേരുകേട്ടവനാണെന്നതിൽ സംശയമില്ല. തന്നോട് എന്തെങ്കിലും ചോദിച്ചവരോട് അദ്ദേഹം ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞില്ല. എന്നാൽ മഹായോദ്ധാക്കളുടെ സൈന്യത്തോട് വിജയകരമായി പോരാടി അഭിമന്യു വീണു മരിക്കുമ്പോൾ സമീപത്ത് നിന്നിരുന്ന കർണനോട് വെള്ളം ചോദിച്ചിരുന്നു.
കർണൻ നിന്നിരുന്നിടത്ത് ശുദ്ധജലത്തിന്റെ ഒരു കുളവും ഉണ്ടായിരുന്നു. പക്ഷേ തന്റെ സുഹൃത്തായ ദുര്യോധന വിഷമം ഉണ്ടാകാതിരിക്കാൻ മരിക്കുന്ന ഒരു മനുഷ്യന് കർണൻ വെള്ളം നൽകിയില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ പുണ്യം മുഴുവൻ നശിച്ചു. പിന്നീട് യുദ്ധത്തിൽ അതേ വെള്ളക്കുളത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രഥത്തിന്റെ ചക്രം കുടുങ്ങി അദ്ദേഹം കൊല്ലപ്പെട്ടത്. നിങ്ങളുടെ അനീതിയുടെ ഒരു പ്രവൃത്തി മാത്രം മതിയാകും നിങ്ങളുടെ സത്യസന്ധതയുടെ മുഴുവൻ ഫലവും നശിപ്പിക്കാനെന്ന് മനസ്സിലാക്കുക. അതിനാൽ നീതി എന്താണെന്ന അവബോധത്തോടെ ഓരോരുത്തരും കർമ്മം ചെയ്യണം.